ഹലോ, നമുക്കൊരു വാർത്തയുടെ ചെറിയ ശകലം കേൾക്കാം. ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരം മായം സ്വദേശി രാജയാണ് ഭർത്താവിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടത്. ഭർത്താവ് മനോജ് സെബാസ്റ്റ്യൻ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. നിരന്തര കലഹത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി തിരുവനന്തപുരം കാട്ടാക്കട മായം സ്വദേശി രാജയും ഭർത്താവ് മനോജ് സെബാസ്റ്റ്യനും പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞ രാജയും മകനും മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് മനോജ് സെബാസ്റ്റ്യനും മകളും ഇതിനടുത്ത് തന്നെ താമസിച്ചു വരികയായിരുന്നു. മനോജ് ഭാര്യയെ നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ രാജി മായത്തെ ആശുപത്രിയിൽ പോയത്. മടങ്ങി വരും വഴിയാണ് മനോജിന്റെ ആക്രമണം. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എങ്ങും പോയില്ല. കച്ചയായിട്ട് പുറത്തുണ്ടായിരുന്നു. കച്ചയായിട്ടും നേടാൻ നിന്ന് പോലീസ് വന്നു. ഒരു ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുപോയി ചെയ്തു. മറ്റു പ്രകോപനം ഉണ്ടായിട്ടില്ല, കയറാനൊന്നും കിട്ടിയ പ്രകോപനം ഉണ്ടായിട്ടില്ല. ശാന്തനായി പോയി. അപ്പോൾ ഞാനത് വഴിയില്ലായിരുന്നു. പ്രതി രാജിയുടെ മുഖത്തും നെഞ്ചിലും ആഴത്തിൽ കത്തി കുത്തിയിറക്കി. മൂക്ക് ഛേദിച്ച നിലയിലായിരുന്നു മൃതദേഹം. രാജിയുടെ മൃതദേഹം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കൊലപാതക ശേഷം റോഡിൽ തന്നെ നിലയുറപ്പിച്ച പ്രതിയെ നെയ്യാർ ഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എനിവേ, ബാലരാമപുരത്ത് നടന്ന സംഭവമാണ്. റെഗുലർലി ഇങ്ങനെ കുറേയധികം സംഭവങ്ങൾ കേട്ടതുകൊണ്ട് മാത്രമേ സബ്ജക്റ്റ് എടുക്കുന്നതാണ്. യൂഷ്വലി നടക്കുന്നതിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിയല്ലേ, നമ്മളെന്തിനാ അതിനകത്ത് ഇടപെടുന്നത് എന്നൊരു ചോദ്യം പൊതുവിൽ ചോദിച്ച് നമ്മൾ മാറി സഞ്ചരിക്കുന്നൊരു രീതിയുണ്ട്. അത് സത്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളങ്ങ് സോഫ്റ്റനാകും. ഒരു രണ്ടടിയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഭർത്താവ് അടിக்கிறതും അവൻ താനാണ്, പുറത്തും അവൻ താനെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗും പറഞ്ഞിട്ട് കുറേ മുത്തികളും വരും. ആക്ച്വലി നമ്മുടെ നേർക്ക് ഒരു കൈ ഒന്ന് ഓങ്ങിയാൽ പോലും ആ റിലേഷൻഷിപ്പ് അവിടെ കട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആവും എന്നുള്ളത് സത്യം. പക്ഷെ അതാണ് ശരിയായ നടപടി. ഒരു ആത്രം കൊണ്ട്, ഒരു ദേഷ്യം കൊണ്ട് നമ്മൾ തല്ലുന്നത് പോലെയല്ല നിരന്തരമായി ശാരീരിക ഉപദ്രവം നടത്തുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത്. 100% അവൻ്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് പെൺകുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ പ്രണയം, സത്യം പറഞ്ഞാൽ ഇത് സ്കൂൾ തലങ്ങളിൽ തൊട്ട് നമ്മൾ ഈ കൗൺസിലിംഗ് കൊടുത്തു തുടങ്ങണം. നമ്മൾ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറയുന്നത് പോലൊരു സാധനമാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രണയമല്ല, വിവാഹമല്ല, കരിയർ ഡെവലപ്മെൻ്റ് ആണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളിൽ പോയി ചാടത്തില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വൾഗറായി ചിത്രീകരിക്കപ്പെടും. അവൾ ആരോടെയും ചേരത്തില്ല, അവളെ കൂടെ ആരും നിൽക്കത്തില്ല, അവൾ ഇട്ടിട്ട് പോയി, അവൻ കളഞ്ഞിട്ട് പോയി, അവളെ കൈയിരിപ്പ് കൊണ്ടാണ്. ദീസ് ടേംസ് ഒക്കെ പറയുന്നത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് പലരും സഹിച്ച് ക്ഷമിച്ച് ആ കൂടെ അങ്ങനെ ജീവിച്ചു പോകും. നിങ്ങൾ മെജോറിറ്റി സിംഗിൾ പേരൻ്റായി നിന്ന് വളർത്തുന്ന കുഞ്ഞുങ്ങളെ എടുത്തു നോക്കുക. സത്യത്തിൽ അവർ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയും. അച്ഛനും അമ്മയും കൂടെ അടികൂടി വളർത്തുന്ന കുഞ്ഞുങ്ങളെ എടുത്തു നോക്കുക. ഇതുപോലുള്ള എത്തുവാളി സംഘം വേറെ ഉണ്ടാവാനും ഉണ്ടാവില്ല. ഇനി തന്ന മാത്രമാണ്, അതായത് സിംഗിളായിട്ട് നിൽക്കുന്ന അപ്പനായാലും അമ്മയായാലും വളരെ നന്നായി വളർത്തും. കാരണം അവർക്ക് രണ്ട് ഭാഗം ചെയ്യാനുണ്ട്. കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യും, നന്നായി പെർഫെക്റ്റ്ലി വളർത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സജഷൻ ഏതായിരിക്കും? തീർച്ചയായിട്ടും സിംഗിൾ പേരൻറ്റിങ് അല്ലേ നല്ലതെന്ന് പറയുക. ഇനിയിപ്പം ഞാനതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നല്ലോ, ഡിവോഴ്സിനെ ബൂസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അടിമത്തം അവസാനിപ്പിക്കുക. അടിമത്തം, പരസ്പരം വെല്ലുവിളിക്കുക, തല്ലുക, കൊല്ലുക, വെട്ടുക, കുത്തുക. ഈ പെൺകുട്ടി ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീ ഡിസേർവ് ഇറ്റ്. ഒരു വിവാഹബന്ധം വേർപെടുത്തിയാൽ അവരവരുടെ പാട് നോക്കി പിരിഞ്ഞങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അതുമല്ല ഈ മ്യൂച്വൽ കൺസേൺ ചെയ്യാനായിട്ട് ചെല്ലുന്ന വെരി നെക്സ്റ്റ് മൊമെൻറ്റ് പേപ്പർ വർക്ക് തീർത്ത് കയ്യിൽ കൊടുക്കണം. അല്ലാതെ ഇതിട്ട് നീട്ടി സത്യം പറഞ്ഞാൽ കുടുംബ കോടതിയിലൊക്കെ നടക്കുന്ന അട്ടർ നോൺസെൻസ് സംഗതിയാണ്. ഒരു സിറ്റിങ്ങിന് വിളിക്കും, അടുത്ത സിറ്റിങ്ങിന് കൗൺസിലിംഗ് ഏർപ്പാടാക്കും, പിന്നെ അടുത്ത സിറ്റിങ്ങിന് പിന്നെ ഒരു ഹിയറിങ്, പിന്നെ വേറൊരു സാധനം. ഇങ്ങനെ 108 പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഇവർക്കൊരു ബന്ധം വേർപെടുത്തൽ ശസ്ത്രക്രിയ തന്നെ കിട്ടുന്നത്. ഒരു 6 മാസമെങ്കിലും മിനിമം അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും സമ്മതത്തോടു കൂടി അങ്ങോട്ട് ചെന്ന് അപ്പോഴേ വിരുത്തങ്ങ് വിട്ടേക്കണം, പോട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റീമാരേജ് ചെയ്യട്ടെ, പിന്നെയും ചെയ്യാമല്ലോ. മാരേജ് ചെയ്ത ശേഷം വീണ്ടും പ്രശ്നം, വീണ്ടും പോയി ഡിവോഴ്സ് ചെയ്യട്ടെ, സമയം പോകില്ല രണ്ടുപേർക്കും. അതാണ് ചെയ്യേണ്ടത്. പരസ്പരം വെല്ലുവിളിക്കുകയും പരസ്പരം തോൽപ്പിക്കുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്നതാണ് ശരിക്കുള്ള പ്രേമം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇയാളെ പ്രൊവോക്ക് ചെയ്ത റീസൺ തിരിച്ചു വിളിച്ചിട്ട് അവൾ പോകാത്തത് കൊണ്ടും അവൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മുഖം ഐശ്വര്യമുള്ളൊരു കുഞ്ഞാണ്, അതിനെ അങ്ങോട്ട് അടിച്ചു കൊന്നേക്കുക. അപ്പോൾ പിന്നെ വേറെ ആരെയും കൂടെയും പ്രേമിക്കാൻ പോകത്തില്ല. മൂക്കൊക്കെ ചെത്തിക്കളയണമെങ്കിൽ ഇവൻ്റെ കയ്യിരിപ്പ് എന്താണെന്നറിയാം. ഇനിയിപ്പം സർക്കാർ തലങ്ങളിൽ ചിലവിൽ, അതായത് നമ്മളുടെ ടാക്സ് പേയ്മെൻറ്റ് നമ്മുടെ ചിലവിൽ ഇത് ഉണ്ട് തിന്ന് കുടിച്ച് കേൾത്ത് അങ്ങനെ നടക്കും. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ഡിപ്രഷനിലൊക്കെ പോയി ഒരു നാടകവും കാണിച്ച് അത്യാവശ്യം ഇതൊക്കെ കാണിച്ചിട്ട് നടക്കാൻ കുട്ടികൾക്ക് ആരുമില്ലാണ്ടായിപ്പോയി. ഇവനെയൊക്കെ കൂടെ പുറത്തേക്ക് പോയി അവൻ്റെയൊക്കെ കൂടെ ജീവിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ പുറത്തേക്ക് വരാൻ ഭയപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണവും ഇതാണ്. ഈ പ്രണയ വിവാഹങ്ങൾ മെജോറിറ്റി ഇങ്ങനെയൊക്കെ തന്നെ പോയി എൻ്റെ പാവുന്നതിൻ്റെ റീസൺ അതാണ്. പേരൻസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഒരുപക്ഷെ അവരതിന് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുകയെങ്കിലും ചെയ്യും.
ഇതല്ലാതെ പോകുന്നവർക്ക് ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാവുക സ്ഥിര പരിപാടിയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് നമ്മളൊരു പ്രൊമോഷൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഡിവോഴ്സ് എന്ന് പറയുന്നത് അനിവാര്യമായ ഒന്ന് തന്നെയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നത് പോലെ തന്നെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനവും. രണ്ട് വ്യക്തികൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഡിവോഴ്സാണ് ഏറ്റവും നല്ല വഴി എന്ന് ഞാൻ പറയും. പക്ഷേ ഇത് എപ്പോഴുണ്ടാകുന്നതെന്ന് അറിയാമോ? ഒരാൾ ഡിപ്പെൻഡഡായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു വിശേഷം ഉണ്ടാകുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ ജീവിച്ചു പോകുന്നതിന് മുമ്പ് ഈ വികസിത രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ആണും പെണ്ണും ജോലി ചെയ്യും. രണ്ടുപേർക്കും പെർഫെക്റ്റ്ലി കരിയർ ഉണ്ടാകും. അവരതിന് ശേഷം മാത്രമാണ് മറ്റൊരു സ്റ്റെപ്പാണ് ഈ വിവാഹം എന്നുള്ളത്. അല്ലാതെ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവളുടെ ആദ്യത്തെ ടാർഗറ്റ് തന്നെ സുന്ദരിയായിരിക്കുക, ക്ലവറായിരിക്കുക, ചോറും കറിയും വയ്ക്കാൻ പഠിക്കുക, അത്യാവശ്യം പഠിക്കാനൊക്കെ വിടും. എന്നാൽ പോലും അവരുടെ ഇതായിട്ട് നീ മറ്റൊരു വീട്ടിൽ പോയി ചോറും കറിയും വെക്കേണ്ടതാണ്. ഈ ഒരു ടൈമിൽ തന്നെ ആ കുട്ടിയെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാതെ ബിൽറ്റ് ചെയ്യുക ആ കുട്ടിയെ. ഇങ്ങനെയൊരു മോഡ് വന്നാൽ പ്രതിരോധിക്കാനുള്ള ബിൽറ്റ് അത് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഇവക്ക് തിരിച്ച് രണ്ട് പൊട്ടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൻ ഈ വേല ചെയ്യുമായിരുന്നു. അല്ലാതെ വന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഒന്നും സാധിക്കാതെ മരണപ്പെട്ടു പോയില്ലേ, അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇതൊക്കെ ഒരു പഠിത്തമാണെന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒരുപാട് ഫാമിലീസ്, ഇപ്പം ഞാൻ ഇടപെട്ട ഒരു വിഷയത്തിലും ഇതുപോലൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. പിന്തുടർന്ന് ആക്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 4 കൊല്ലത്തോളമായി ഒരുത്തനെ പിന്തുടർന്ന് ആക്രമിക്കും. വെള്ളം അടിച്ച് ഭ്രാന്ത് കയറുന്ന ഒരു അവസ്ഥയിൽ അവൻ പിന്നെ എന്തോ ചെയ്യാനാണ്? വെട്ടാനും കുത്താനും കയറില്ലേ. ഈ വിഷയത്തിൽ ഇടപെടുന്ന കുറേ അധികം പേര് രണ്ട് സൈഡിൽ നിന്നുകൊണ്ടും ചിന്തിക്കാതെ രണ്ട് പേർക്കിടയിൽ കുത്തിക്കഴപ്പും പാരയും വെച്ചിട്ട് രണ്ടുപേരെയും അക്രമാസക്തരാക്കുന്ന ഒരു ടേമുണ്ട്. ഇത് കണ്ടപ്പോൾ അത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. ചിലരെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവരിതുപോലെ അക്രമം കാണിക്കും. അയാളെ ശരിക്ക് എന്തോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ പിരിഞ്ഞു വന്നിട്ട് വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ വെല്ലുവിളിക്കാനും മറ്റൊരാൾക്കൊപ്പം പോകാനും ഒന്നും നിൽക്കാതെ ഈ ബന്ധത്തിലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി ജീവനോടെ ഇരുന്നേനെ. ഇതിന് മുമ്പ് ഇവിടെ കോട്ടയത്തും എനിക്കൊന്നു അടൂർ സൈഡിലൊരു കുട്ടിയുടെ കൈപ്പത്തി വെട്ടിക്കളഞ്ഞു. ഇവിടെ കോട്ടയത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൈപ്പത്തി വെട്ടിക്കളഞ്ഞു. വൈരാഗ്യത്തിൻ്റെ ഒരു ഇത് പോകുന്നത് കണ്ടോ? കൈപ്പത്തി വെട്ടിക്കളയുകയാണ്. അവർ പിന്നെ എങ്ങനെ ജീവിക്കാൻ അവർക്ക് അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ കൈ വേണ്ടായോ? ഇതൊക്കെയാണ് പ്രതികാരം. അങ്ങനെയൊക്കെ അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊപ്പം അവൻ ജീവിച്ചത് വെറുതെയാണ്, സെൽഫിഷാണ്. അങ്ങനെയുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ തിരിച്ചു അവൻ്റെ ഒപ്പം സ്വസ്ഥമായി ജീവിച്ചു പോകുന്ന സ്ഥലത്തിൽ അവനെ തിരുത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ വാക്കൗട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അവൻ്റെ കൂടെ നിന്നുകൊണ്ട് അവനെ ചതിക്കുകയാണെങ്കിൽ മറ്റതിനേക്കാൾ ഭീകരമാണ്. വെട്ടും കുത്തും കൊലയേക്കാൾ ഭീകരമാണ് കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്നത്. ഇത് രണ്ട് ഭാഗവും നമ്മൾ പറയുന്ന ഇത് തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നതിൽ ഏറിയ പങ്ക് പൊതുസമൂഹത്തിനുണ്ട്, പ്രത്യേകിച്ച് കുടുംബക്കാർക്കുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ അലശണ്ടങ്ങളും പ്രശ്നങ്ങളും രൂക്ഷമാണെന്ന് വീട്ടിൽ വന്ന് കുട്ടികൾ പറഞ്ഞാൽ അതിനെതിരെ കർശനമായ ആക്ഷൻ എടുക്കാതെ, അത് പോലീസ് സ്റ്റേഷനിൽ പോയാലും വലിയ ഗൗരവത്തോടെ എടുക്കത്തില്ല. ഹസ്ബൻഡ് വൈഫും അല്ലേ, പിന്നീട് അവർ ഒന്നിക്കുന്നൊരു കളിയുണ്ട്. അത് കാരണമാണ് ഇവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത്. അവർക്ക് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പരാതിയുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ലിമിറ്റ് താണ്ടിയിട്ടായിരിക്കും വരിക. കാരണം അതായത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുക സ്ത്രീകളാണ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് വന്നാലും ടോളറേറ്റ് ചെയ്തുകൊണ്ട് സഹികെട്ട് അതിൻ്റെ ലിമിറ്റ് മാറുമ്പോൾ മാത്രമാണ് അവർ വന്നിട്ട് ശരി എന്ന് സഹായിക്കുമെന്ന് പറയണം. ആ സമയത്ത് വീണ്ടും കോംപ്രമൈസ് സഹിച്ചു കൊച്ചുങ്ങൾക്ക് വേണ്ടി പുറത്തു ഇങ്ങനെ പറഞ്ഞു വിടരുത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് വീണ്ടും ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് ഒന്നുകിൽ ഒരു അവേദത്തിന് ആ പെൺകുട്ടി തിരിയുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്. രണ്ട് പേർ തമ്മിൽ, അതും പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സാണ്, രണ്ട് കുടുംബത്തിൽ ജനിച്ച് രണ്ട് സാഹചര്യത്തിൽ വളർന്ന രണ്ട് പേർ ഒന്നിച്ചു പോവുക എന്നൊരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഒന്നിച്ചു പോകായ്മ ചെറിയ രീതിയിലെങ്കിലും ഫീൽ ചെയ്താൽ ആളുകൾ ഇടപെട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. എനിക്കറിയില്ല അത് എത്രത്തോളം സക്സസ് ആണെന്ന്, പക്ഷേ എൻ്റെ ഒരു നോർമലായിട്ടുള്ള അഭിപ്രായം അതാണ്. രണ്ട് പേർക്ക് യുണൈറ്റഡ് ആയിട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാറി നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേരും തുല്യമായ പങ്കാളിത്തം കാണിച്ച് അവർക്ക് സ്വസ്ഥത കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിക്കും, അച്ഛനും അമ്മയും ചേർന്നല്ലേ മക്കളോ? ആണല്ലോ, അച്ഛനും അമ്മയും രണ്ടിടത്തായ മക്കളെ വളർത്തണ്ടേ? മെജോറിറ്റി പ്രവാസികളാണ് നമുക്കിടയിൽ. അമ്മ ജോലിക്ക് പോയി അച്ഛൻ മക്കളെ വളർത്തുന്നുണ്ട്, അച്ഛൻ ജോലിക്ക് പോയി അമ്മ മക്കളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കൂടെയുണ്ട്? ഇല്ല. അങ്ങനെ അങ്ങോട്ട് പറയണം, അച്ഛൻ ഗൾഫിലാണ് അല്ലെങ്കിൽ അമ്മ ഗൾഫിലാണ്, ഈക്വൽ അല്ലേ? ആർക്കൊപ്പം നിൽക്കുന്നു അവർക്കൊപ്പം നിൽക്കട്ടെ, മറ്റൊരാൾ മാറി നിൽക്കട്ടെ, ഒരു പ്രശ്നമില്ല, അവർക്കൊപ്പം പോയി നിൽക്കട്ടെ. പരസ്പരം വൈരാഗ്യമില്ലാണ്ട് വളരെ സേഫായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് രണ്ടുപേർക്കും കൊടുക്കണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഉടനെ ഓടി പിടിച്ചോണ്ട് ഒന്ന് കെട്ടിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. കൗൺസിലിംഗ് കൊടുക്കുക. ഇതാണ് ലൈഫ്.
ഇതിനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ കൊണാഫിക്കേഷനൊക്കെ ഉണ്ടാകും, അന്ന് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഈ പെൺപിള്ളേർക്ക് തീരെ മനസ്സിലാകത്തില്ല. തങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യാതെ പ്രണയം എന്ന ഒരു സാധനത്തിൽ പോയി ചാടുകയും 1-2 കുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷം റിയാലിറ്റിയെ ഫേസ് ചെയ്യുകയും ചെയ്യുന്നത് സ്ഥിരമായ ഒരു കാര്യമാണ്. അത് സ്ത്രീകളുടെ സ്ഥിരമായ പരിപാടി ഇത് തന്നെ. അപ്പോൾ ഇതുപോലത്തെ അപജയങ്ങൾ അവരുടെ ലൈഫിൽ വരും. ഏതായാലും ഹാർട്ടി കണ്ടോളൻസ്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു സാധനം സംഭവിച്ചില്ല. കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, പാവം. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ. എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ സമൂഹത്തിൽ അവരുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ബുള്ളിയും വല്ലാത്ത കഷ്ടം തന്നെയാണ്, ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്.